പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഇത് ലോകത്തിൽ ഇദം പ്രഥമമായി ഉണ്ടാക്കപ്പെട്ട ഒരു പ്രയർ ടവറാണ്, ഒരു പ്രാർത്ഥനാ ഗോപുരം. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റിയുടെ നടുവിലാണ് ഈ പ്രയർ ടവർ സ്ഥിതി ചെയ്യുന്നത്. ദൈവദാസനായ ഓറൽ റോബോട്ടിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം ഈ പ്രയർ ടവർ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ പ്രാർത്ഥനാ മുറികളുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കാം, തനിച്ചു പ്രാർത്ഥിക്കാം, ഒരു സംഘമായി പ്രാർത്ഥിക്കാം. എപ്പോഴും വന്ന് പ്രാർത്ഥിക്കത്തക്ക വിധത്തിലാണ് ഈ പ്രയർ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവദാസനായ ഓറൽ റോബോട്ട് ഒരു നല്ല വാക്ക് എഴുതി വച്ചിരിക്കുന്നു. ഡു യു വാണ്ട് ഗോഡ്സ് ഗൈഡൻസ് ഫോർ യുവർ ലൈഫ് ആൻഡ് ഡയറക്ഷൻ ഫോർ യുവർ ഫ്യൂച്ചർ? ലിസൺ ആൻഡ് ലിസൺ അഗെയിൻ. ലിസൺ ടുഡേ. നിങ്ങൾ ശ്രദ്ധിക്കൂ, കേൾക്കൂ എന്ന് ഇതിൽ പറയുന്നു. എന്ത് കേൾക്കണം? ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. ദൈവം പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കണം. അതിലാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് ദൈവം വെച്ചിരിക്കുന്നത് എന്നാണ് അത്. അതുകൊണ്ടാണ് വാക്ക് വിത്ത് ജീസസ് എന്ന പരിപാടിയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് വേദവചനം പറഞ്ഞു തരുന്നു. നിങ്ങൾ വചനം കേൾക്കണം, അത് മുഖേന ദൈവം വഴികാട്ടിത്തരും എന്ന്. അതുമാത്രമല്ല, ഇവിടെ മനോഹരമായ ഒരു വേദവചനം എഴുതി വെച്ചിട്ടുണ്ട്. യിരെമ്യാവ് 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ ആഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നീ എന്നോട് അപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതുമാത്രമല്ല, നീ അറിയാത്തതും നിനക്ക് മനസ്സിലാവാത്തതുമായ കാര്യങ്ങൾ ഞാൻ അറിയിക്കും എന്ന് ദൈവം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഓറൽ റോബോട്ട് എന്ന ദൈവദാസൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു അനുഭവം ഉള്ളവനായിരുന്നു. അദ്ദേഹത്തിനാണ് ദൈവം ഒരു വലിയ ദർശനം കൊടുത്തത്. ഓറൽ റോബോട്ട് യൂണിവേഴ്സിറ്റി ആരംഭിച്ച് വരാനിരിക്കുന്ന തലമുറയ്ക്ക്, യുവജനങ്ങൾക്കായി, അവരുടെ ഭാവിക്കു വേണ്ടി ഒരു നല്ല യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് ഇത്രയും ഗംഭീരമായ ഒരു ക്യാമ്പസ് ദൈവം കൊടുത്ത് ഇന്ന് വരെ ആ ദൈവദാസൻ സ്വർഗലോകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ ആ ദൈവദാസൻ മുഖാന്തരം ദൈവം കൊടുത്ത ദർശനം ഇന്നും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന് കാരണം, ദൈവത്തെ നോക്കി വിളിച്ചപ്പോൾ അറിയാത്തതും മനസ്സിലാക്കാത്തതുമായ കാര്യം ദൈവം ചെയ്തു. നിങ്ങൾക്കും ചെയ്യും. കർത്താവിനെ നോക്കി വിളിക്കൂ. ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് മുട്ടുകുത്തി ദൈവം പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കൂ. ചോദിക്കൂ, ദൈവമേ, ഞാൻ വിളിക്കുന്നു, എന്നോട് സംസാരിക്കണമേ. അങ്ങ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യം എന്താണ്? എന്നെക്കുറിച്ചും മക്കളെക്കുറിച്ചും എന്റെ ഭാവിയെക്കുറിച്ചും അങ്ങ് എന്താണ് കരുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കൂ. ഭംഗിയായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നിങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ സ്വസ്ഥമായിരുന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിക്കാൻ ശീലിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതായിരിക്കും. അതിന് സമർപ്പിക്കുമോ? ദൈവമേ, എന്നെ നോക്കി വിളിക്കൂ, ഞാൻ നിനക്ക് ഉത്തരം തരും. വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഈ മകളും ഈ മകനും ഇന്ന് അങ്ങയെ നോക്കി അപേക്ഷിക്കുന്നത് കൊണ്ട് വലിയ കാര്യങ്ങൾ അവരെ അറിയിച്ച് അവരെ സന്തോഷിപ്പിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.